ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബോബി തോമസ് മുക്കൂട്ടുതറ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിൽ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരു വാക്യം വായിക്കട്ടെ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്നു പറഞ്ഞു. ഈ അധ്യായം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം പ്രാരംഭ അധ്യായങ്ങളിൽ ഹന്നയെക്കുറിച്ചും ശമൂവേലിൻ്റെ ജനനത്തെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ഹന്നയുടെ ജീവിതമാണ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ പ്രാർത്ഥന 11-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടു. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകി തരണമേ എന്ന്. ബൈബിളിൽ സൈന്യങ്ങളുടെ യഹോവേ എന്ന് ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്നത് ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്. അത് ഹന്നയാണ്. എൻ്റെ ദൈവം സർവശക്തനായ സൈന്യങ്ങളുടെ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവും സകലവും ആ ദൈവത്തിൻ്റെ അധീനതയിലായിരിക്കുന്നു എന്ന ബോധ്യവും ആ വിളിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ സൈന്യങ്ങളുടെ യഹോവേ എന്ന് വിളിച്ചുകൊണ്ട് ഹന്ന പ്രാർത്ഥിക്കുകയാണ്. അതൊരു നേർച്ച നേർന്നുവെന്നാണ് നാം വായിക്കുന്നത്. എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകിയാൽ ഞാൻ അവനെ തിരികെ നൽകാം എന്ന് പറയുന്നു. ഒരു പക്ഷെങ്കിൽ കേൾക്കുമ്പോൾ ഇതൊരു വിലപേശലായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതൊരു വിലപേശലല്ല. ബാർഗെയിനിങ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുന്നയാൾക്കല്ലേ, വിലപേശുന്നയാൾക്കല്ലേ ലാഭമുണ്ടാകുന്നത്. ഇവിടെ ഹന്നയ്ക്കല്ലല്ലോ ലാഭം. ഹന്ന ദൈവത്തോട് ഒരു പൈതലിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നാൽ ആ കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നൊന്തു പ്രസവിക്കുന്ന ആ കുഞ്ഞിനെ ദൈവത്തിന് തന്നെ തിരികെ നൽകാമെന്നാണ് തൻ്റെ നേർച്ച. അപ്പോൾ എന്താണ് അവളുടെ മനസ്സ്? ദൈവം എനിക്ക് നൽകുന്നത് എന്താണോ അത് തീർച്ചയായിട്ടും ദൈവത്തിന് മടക്കി നൽകാം. പ്രിയരെ, ഹന്ന ചോദിക്കുന്ന പ്രാർത്ഥന എത്രയോ കൃത്യതയോടുകൂടെയാണ്. ഒരു പൈതലിനെ നൽകണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്, ഒരു കുഞ്ഞിനെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെയല്ലേ ന്യായമായ നിലയിൽ മക്കളില്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് വരുന്നത്. എന്നാൽ ഇവിടെ ഹന്ന അങ്ങനെയല്ല. ഒരു പുരുഷ സന്താനത്തെ നൽകണമേ, ഒരു ആൺകുഞ്ഞിനെ നൽകണമേ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ ചോദിച്ചത്? അതിൻ്റെ കാരണം ഇസ്രയേലിൻ്റെ സ്ഥിതി അവൾ കാണുന്നുണ്ടായിരുന്നു. ഹന്ന മനസ്സിലാക്കി, ഇസ്രയേലിൽ ആത്മീക തകർച്ച സംഭവിച്ചിരിക്കുന്നു. ഏലിയുണ്ട്, എന്നാൽ ഏലിയുടെ മക്കൾ അധപ്പതിച്ചു പോയിരിക്കുന്നു. അവർ ആത്മീകമായി യാതൊരു തരത്തിലും മുന്നിലേക്ക് വരുവാൻ കഴിയാതെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ഒരുവൻ വേണം, ഒരു ദാസൻ വേണം. അതുകൊണ്ട് എനിക്കൊരു മകനെ നൽകണം. ഇസ്രയേലിൻ്റെ ജനത്തെ ആത്മീകമായി മുന്നോട്ട് കൊണ്ടുവരുവാൻ, ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ കർത്താവിന് കൊള്ളാകുന്ന ഒരു മകനെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് എനിക്ക് വേണ്ടിയല്ല, അത് ദൈവത്തിനു വേണ്ടിയാണ്. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നാം വയ്ക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു ശ്രദ്ധയല്ലേ അത്? ദൈവമേ, അങ്ങ് എനിക്ക് ചിലതൊക്കെ നൽകണം. എന്തിനു വേണ്ടിയാ? അത് എൻ്റെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്നതിനോടൊപ്പം തന്നെ അതിലൂടെ അങ്ങയുടെ നാമം മഹത്വീകരിക്കപ്പെടണം, അങ്ങേക്ക് പ്രയോജനമുള്ളതായിട്ട് തീരണം. നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം അങ്ങനെ നാം ഒന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ
എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത്, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വെച്ച് നൽകുവാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരണമേ, അങ്ങേക്ക് പ്രയോജനകരമായി തീരണമേ. അങ്ങനെ ഒരു മനസ്സ് വയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇനി മടങ്ങി വരാം. ഇവിടെ മകനെ നൽകണമേ എന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മകനെ തിരികെ നൽകാം എന്ന് പറയുകയാണ്. അതിലൂടെ ദൈവം തന്ന ദാനത്തേക്കാൾ ദൈവത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു, ദാനത്തേക്കാൾ ദാതാവിന് പ്രാധാന്യം നൽകുന്ന ഹന്നയെ നമുക്കിവിടെ കാണാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ തകരാറ് എന്ന് പറയുന്നത്, നാം ദൈവത്തോട് ദാനങ്ങളെ ആവശ്യപ്പെടും, എന്നാൽ ദാനങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ദാതാവിനെ മറക്കുവാനുള്ള സാധ്യത എത്രയോ ആണ്. ഒരുപക്ഷെ ഒരു ജോലിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചവരുണ്ട്. ജോലിയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിനോ ആത്മീയ കാര്യങ്ങൾക്കോ യാതൊരു സമയവുമില്ലാതെ ജോലി തിരക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ദാതാവിനെ മറന്നിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളെടുത്താലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ലേ? എന്നാൽ ഇവിടെ ഇതാ ദാനത്തെക്കാളും അധികമായി ദാതാവിനെ നൽകിയവനിൽ ആശ്രയിക്കുന്ന ഹന്ന. പ്രിയരെ, നാം പഠിച്ചിരിക്കേണ്ട ഒരു അടിസ്ഥാന തത്വം എന്നത് ദൈവം നൽകുന്നത് എന്തും ദൈവത്തിന് നൽകുവാൻ നാം മനസ്സുള്ളവരായിരിക്കണം എന്നതത്രേ. ദൈവത്തെക്കാൾ മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുവാൻ കഴിയുന്നത്. 16-ാം സങ്കീർത്തനം അതിൻ്റെ 2 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാ, യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അതല്ല ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയും ആഗ്രഹവുമായിരിക്കുന്നത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നില്ല, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും എനിക്ക് ആസ്വദിക്കേണ്ട, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട്. ചേർത്ത് ഇങ്ങനെ കൂടെ ചിന്തിക്കാം, ദൈവം നൽകാത്ത ഒരു നന്മയും എനിക്കില്ല, ഇനി ആ നന്മ ദൈവത്തെ കൂടാതെ എനിക്ക് അനുഭവിക്കേണ്ട. യോബ് പറഞ്ഞതുപോലെ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൽകിയത് ദൈവമാണ്, ദൈവത്തിന് തിരിച്ചെടുക്കുവാനും ദൈവത്തിന് അത് കൊടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അനേക ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണുവാൻ കഴിയും. അബ്രഹാമിൻ്റെ ജീവിതവും അതുതന്നെയല്ലേ. ദൈവം ദാനമായി നൽകിയ ഏകജാതനായ പുത്രനെ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ കൊടുക്കുവാനുള്ള മനസ്സ്. മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം അത് കർത്താവിൻ്റെ കാലിൽ ഒഴിക്കുവാൻ മനസ്സുണ്ടായി. പ്രിയരെ, അങ്ങനെ ഒരു സ്നേഹം നമുക്കുമുണ്ടോ? ദൈവം നൽകുന്നത് ദൈവത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ, ദൈവത്തിനായി തിരികെ നൽകുവാൻ. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിലവ് വരുന്ന സ്നേഹം വേണ്ട എന്ന് വെക്കുന്ന ഒരു പതിവ് അനേകർക്കുമില്ലേ? എന്നാൽ ചിലവിട്ടും കർത്താവിനെ സ്നേഹിക്കേണ്ട കാര്യങ്ങളിൽ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ദൈവത്തെ ഉന്മയായി സ്നേഹിക്കുവാൻ, ദൈവം നൽകുന്നത് ദൈവത്തിന് തിരികെ നൽകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അങ്ങനെ കൊടുക്കുവാൻ മനസ്സായതുകൊണ്ട് ഹന്നയ്ക്ക് എന്താ സംഭവിച്ചത്? ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. നാം ഇങ്ങനെ വായിക്കുന്നു, ഏകപുത്രനെ ശമൂവേലിനെ ദൈവത്തിനു വേണ്ടി കൊടുത്തപ്പോൾ ദൈവം അവളെ കടാക്ഷിച്ചു, അവൾക്ക് 3 പുത്രന്മാരും 2 പുത്രിമാരെയും ദൈവം നൽകിക്കൊടുത്തു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നരുളി ചെയ്ത കർത്താവ് ഇവിടെ ഇത് ഹന്നയെ മാനിക്കുകയാണ്. ഹന്ന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കൃപ എന്നാണ്, ദൈവകൃപ. അവളുടെ ജീവിതത്തിൽ അവൾ ദൈവകൃപ അനുഭവിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്, ഞാൻ എന്തെങ്കിലും നേടി എന്നൊന്നുമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സകലവും കൃപയാലത്രേ. അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ മാനിക്കുവാൻ, നമ്മോട് കരുണ കാണിച്ച, കൃപ കാണിച്ച, കൃപയരുളിയ ഈ മഹാദൈവത്തെ ആ നിലയിൽ മാനിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയരെ, ഈ ദിനം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം ആരംഭിക്കുമ്പോൾ നമുക്ക് ഹന്നയോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, 2-ാം അധ്യായം തൻ്റെ പൈതലിനെ കൊണ്ട് ആ ഏലിയുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. യഹോവയ്ക്ക് കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. നമുക്കും നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കാം. ദൈവം നൽകുന്നതെന്തും ദൈവത്തിന് കൊടുക്കുവാൻ, ദൈവം ചോദിക്കുന്നതെന്തും ദൈവത്തിനായി ചെയ്യുവാൻ, ദൈവത്തിനായി ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ.
ആ നിലയിൽ ദൈവത്തെ മാനിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നുവെങ്കിൽ, ദാനത്തെക്കാളും അധികമായി ദാതാവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവ്, നമ്മുടെ മഹാദൈവം നമ്മയും സഹായിക്കും, നമ്മയും മാനിക്കും എന്നുള്ള ധൈര്യത്തോടും ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ ചുവടുകളെ ഈ ഭൂവിൽ നമുക്ക് വയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.